വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ തലത്തിലായിക്കോട്ടെ സംസ്ഥാന തലത്തിലായിക്കോട്ടെ പുതുതായിട്ട് 2024 ആരംഭിച്ച ചില സർക്കാർ പദ്ധതികളെ കുറിച്ചാണ്. നമുക്കറിയാം PSC പരീക്ഷകൾക്കൊക്കെ തന്നെ സർക്കാരിന്റെ പദ്ധതികൾ 2-3 പദ്ധതികൾ വരെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇയർ എൻഡർ ആണ് അല്ലെ, നമ്മളിപ്പോ 2-3 ദിവസമായിട്ട് ഇയർ എൻഡർ ആണ് നമ്മൾ പഠിക്കുന്നത്. 2024 കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇയർ എൻഡിന്റെ പാർട്ട് 3 ആണെന്ന്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചില പുത്തൻ പദ്ധതികളെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പദ്ധതിയുടെ പേര് PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. എന്താ പദ്ധതിയുടെ പേര്? PM, അതായത് പ്രൈം മിനിസ്റ്റർ സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ക്ലിയർ ആയല്ലോ? എന്താണ്? സൗരോർജം ഉൾപ്പെടെ പുനരുപയോഗ സാധ്യതയുള്ള ഊർജ സ്രോതസ്സുകൾ ഉണ്ടല്ലോ, ഈ ഊർജ സ്രോതസ്സുകളെ പുനരുപയോഗപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കുറെ അധികം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഈ PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. അപ്പൊ ഇന്ത്യയിലെ അർഹരായിട്ടുള്ള ഓരോ വ്യക്തികൾക്കും സോളാർ പാനലുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്ന സബ്സിഡി നമുക്ക് പാനൽ ചെലവിന്റെ 40%. 1,00,000 രൂപ പാനലിന് ചെലവുണ്ടെങ്കിൽ 40,000 രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും. ഇനിയോ, കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വൈദ്യുതിയും സൗജന്യമായിട്ട് ലഭിക്കും. അപ്പൊ 300 യൂണിറ്റ് വൈദ്യുതി കിട്ടും. ആദ്യമായി നമ്മൾ പാനൽ വെക്കുമ്പോൾ പാനലിന് എത്ര രൂപ ചെലവാകുന്നുണ്ടോ ആ പാനലിന്റെ 40% നമുക്ക് സബ്സിഡി ആയിട്ടും കിട്ടും. ഈ പരിപാടിയുടെ പേരാണ് PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ക്ലിയർ ആയല്ലോ? അടുത്ത പരിപാടിയുടെ പേര് PM ഇന്റേൺഷിപ്പ് പദ്ധതി. അതായത് ധാരാളം യുവജനങ്ങൾ ഇപ്പൊ പഠിച്ചിറങ്ങാണ്. ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊന്നും ശരിയായിട്ടുള്ള രീതിയിലുള്ള ജോലി കിട്ടണില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ആ ട്രെയിനിങ് എന്നുള്ള രൂപത്തിൽ നമ്മൾ അവർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുകയാണ്. സാധാരണ രീതിയിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ലിമിറ്റഡ് ആണ് അല്ലെ. അപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് മുഴുവൻ എന്ത് ലഭിക്കണം എന്നില്ല? ഇന്റേൺഷിപ്പ് ലഭിക്കണം എന്നില്ല. അപ്പൊ യുവജനങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ അടക്കം ഇന്റേൺഷിപ്പിന് അവസരം നൽകുന്ന പദ്ധതിയുടെ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ്. ഇതനുസരിച്ച് 1 കോടിയിലധികം പേർക്ക് 5 വർഷത്തേക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 500 കമ്പനികള് ഈ ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമാകുന്നു. ഇനി ഈ ഇന്റേൺഷിപ്പ് പദ്ധതിയിൽ അതായത് അതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 5,000 രൂപ വീതം പ്രതിമാസം സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കും. കൂടാതെ ആരാണോ ജോയിൻ ചെയ്യണേ അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് ഇന്റേൺഷിപ്പ് കൂടാതെ സർക്കാരിന്റെ വകയായി 6,000 രൂപ ഒറ്റത്തവണയായിട്ട് ലഭിക്കും. അപ്പൊ ഒരു തവണ ഫസ്റ്റ് ഒരു പേയ്മെന്റ് പോലെ 6,000 രൂപ ഗവൺമെന്റ് കൊടുക്കും. കൂടാതെ എന്തും കൊടുക്കും അവർക്ക്? സ്റ്റൈഫൻഡ് എത്ര രൂപ കൂടെ കൊടുക്കും? 5,000 രൂപ വീതവും കൊടുക്കും. ഈ പരിപാടിയുടെ പേരാണ് PM ഇന്റേൺഷിപ്പ് പദ്ധതി എന്ന് പറഞ്ഞ. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് NPS വാത്സല്യ. അടുത്ത പരിപാടിയുടെ പേരാണ് NPS വാത്സല്യ. എന്താണ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികളുണ്ട്. ആ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതി ഫോം ചെയ്തേക്കാണ്. അതിന്റെ പേരാണ് NPS വാത്സല്യ. അപ്പൊ പ്രായപൂർത്തിയാകാത്തവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അവർക്ക് ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതി കൊണ്ടുവന്നു. അതിന്റെ പേര് NPS വാത്സല്യ എന്നാണ്. പ്രായപൂർത്തിയാകാത്ത മക്കളുടെ പേരില് മാതാപിതാക്കൾ ഇല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കോ എന്തു ചെയ്യാൻ പറ്റും? ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. പ്രായപൂർത്തിയാകുമ്പോ സാധാരണ ഇത് NPS അക്കൗണ്ട് ആയിട്ട് മാറുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? അടുത്തത് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. എന്താണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് നമ്മുടെ രാജ്യത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രാജ്യത്ത് 50 ലക്ഷം പേർക്ക് പുതിയതായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് 3 ഇൻസെന്റീവ് പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ആദ്യമായിട്ട് ജോലിയിൽ കയറുന്നവർക്ക് എന്തു ചെയ്യും?
നിശ്ചിത തുക പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് സർക്കാർ നൽകുന്നു കേട്ടോ. അപ്പൊ ഫസ്റ്റ് ജോലിയിൽ കയറുന്നവർക്ക് കമ്പനി നൽകാതെ PF-ലേക്കുള്ള ഒരു നിശ്ചിത തുക ആരാ നൽകണേ? സർക്കാർ നൽകുന്നു. പുതിയ തൊഴിലവസരം സൃഷ്ടിച്ച് പുതിയ തൊഴിലാളികളെ നിയമിക്കുകയാണെങ്കിൽ ആര്? കമ്പനികൾ നിയമിച്ചാൽ കമ്പനികൾക്ക് സർക്കാർ ഇൻസെന്റീവ് കൊടുക്കും. കൂടാതെ ഈ തൊഴിലാളികളുടെ ആദ്യ 4 വർഷത്തെ EPFO വിഹിതത്തിലേക്കായിരിക്കും സർക്കാർ വിഹിതം എത്തുക. മനസ്സിലാവുണ്ടോ? അതാണ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. രാജ്യത്ത് 50 ലക്ഷം പേർക്ക് പുതുതായി തൊഴിലവസരം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി സെൻട്രൽ ഗവൺമെന്റ് 2024 ആരംഭിച്ച പദ്ധതി എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ഇനി അപ്പൊ പുതിയ ജീവനക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ ഉടമ നൽകുന്ന വിഹിതം 2 വർഷം ആരാ നൽകുക? സർക്കാരാണ് നൽകുക. ഇനി അടുത്തതാണ് MSME. എന്താണ്? MSME ക്ലസ്റ്റർ ഔട്ട്റീച്ച് പ്രോഗ്രാം. എന്താണ് MSME ക്ലസ്റ്റർ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ രാജ്യത്ത് ധാരാളം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ധാരാളം ഉണ്ട്. സ്മോൾ സ്കെയിൽ അല്ലെ, ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് അടുത്തിടെ ആരംഭിച്ച പദ്ധതി MSME ക്ലസ്റ്റർ ഔട്ട്റീച്ച് പ്രോഗ്രാം. MSME ക്ലസ്റ്റർ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. രാജ്യവ്യാപകമായി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് സാമ്പത്തിക അടിത്തറ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ധനകാര്യ സേവന വകുപ്പും കൂടാതെ സിഡ്ബിയും, അപ്പൊ അതിനുള്ള സഹായം കൊടുക്കുന്ന സ്ഥാപനം ഏതായിരിക്കും? സിഡ്ബി ആയിരിക്കും. സിഡ്ബിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പൊ ധനകാര്യ സേവന വകുപ്പും സിഡ്ബിയും സംയുക്തമായി ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയ പദ്ധതി MSME ക്ലസ്റ്റർ ഔട്ട്റീച്ച് പ്രോഗ്രാം. ഇനി ഭീമാ സഖി യോജന പദ്ധതി. എന്താണ് ഭീമാ സഖി യോജന? സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LIC നടപ്പിലാക്കുന്ന പദ്ധതി ഭീമാ സഖി യോജന. അപ്പൊ നമ്മൾ LIC ഏജന്റുമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇത്. ഈ പദ്ധതി ഹരിയാനയിൽ രാജ്യത്തുടനീളം കൊണ്ടുവരുന്ന പദ്ധതി ആദ്യം കൊണ്ടുവന്നു ഹരിയാനയില്. സ്ത്രീകൾക്ക് ഇൻഷുറൻസ് ഏജന്റുമാരാകാൻ ഈ പദ്ധതിയിലൂടെ അവസരം ലഭിക്കുന്നു. സ്ത്രീകൾക്ക് ഇൻഷുറൻസ് ഏജന്റുമാരാവാൻ അവസരം അല്ലെങ്കിൽ LIC കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പദ്ധതിയുടെ പ്രത്യേകത എന്താ? ഈ പദ്ധതിയിൽ ചേരുന്ന സ്ത്രീകൾക്ക് 3 വർഷം വരെ LIC എന്ത് കൊടുക്കും? സ്റ്റൈഫൻഡ് കൊടുക്കും. അതാണ് ഭീമാ സഖി യോജന പദ്ധതിയുടെ പ്രത്യേകത. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് കേരളത്തിന്റെ 2 പദ്ധതികളാണ്. ഒന്ന് K-സ്മാർട്ട്. എന്താ K-സ്മാർട്ട്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ഉണ്ടല്ലോ, അത് പൂർണ്ണമായും ഓൺലൈൻ ആക്കുന്ന പദ്ധതിയാണ് K-സ്മാർട്ട്. അപ്പോ പ്രാദേശിക സർക്കാരുകളുടെ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ ആക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കൂടിയാണ് ആര്? കേരളം. K-സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ എന്താണ് നമുക്ക് അപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ നമ്മുടെ പരാതികൾ ഒക്കെ ഓൺലൈൻ ആയിട്ട് കൊടുക്കാം. അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായിട്ട് നമുക്ക് അറിയാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫോർമേഷൻ കേരള മിഷനാണ് K-സ്മാർട്ട് വികസിപ്പിച്ചത്. അടുത്തത് ഓർമ്മത്തോണി. എന്താ ഓർമ്മത്തോണി എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഡിമെൻഷ്യ, അൾഷിമേഴ്സ് എന്നിവ ബാധിച്ച വയോജനങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി ട്ടോ. ഇപ്പൊ സംസ്ഥാനത്തെ മുഴുവൻ ഡിമെൻഷ്യ ബാധിതരെയും കണ്ടെത്തി അനുയോജ്യമായ സേവനങ്ങൾ കൊടുക്കുക എന്നതാണ് എന്തിന്റെ ഉദ്ദേശം? ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതിയുടെ ഉദ്ദേശമായിട്ട് പറയുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ 2024 ആരംഭിച്ച പുതിയ കുറച്ച് കേരള ഗവൺമെന്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും പദ്ധതികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.